ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ നമ്മുടെ സച്ചി രേവതിയോട് പറയുകയാണ്, എനിക്ക് ഈ വീട്ടിൽ നിന്നും ഒരിക്കലും ആരെയും അടിച്ചിറക്കണമെന്നോ അങ്ങനെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയിട്ട് നമുക്ക് ഒറ്റയ്ക്ക് താമസിക്കണമെന്നോ ഒന്നുമില്ല. എൻ്റെ ചേട്ടനും എൻ്റെ അനിയനും എൻ്റെ കൂടെ തന്നെ താമസിക്കണം. അതല്ലേ നമ്മുടെ സന്തോഷം, അതല്ലേ എൻ്റെ സന്തോഷം. അവരെന്നും എൻ്റെ കൂടെ വേണം. അതൊന്നും അവർക്ക് അറിയാതെ പോയല്ലോ രേവതി എന്ന്. അത് കഴിഞ്ഞിട്ട് വീണ്ടും പൊട്ടി 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 നമ്മുടെ സച്ചി വിങ്ങി പൊട്ടുകയാണ്. എന്നിട്ട് സച്ചി പറയും, ഞാനൊന്നും ഇത് ചിന്തിക്കാത്ത കാര്യമാണ്. ഇതൊക്കെ എങ്ങനെയാ അവന് പറയാൻ തോന്നിയത്? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല രേവതി. നമ്മളെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം. അതായിരിക്കും ചിലപ്പോൾ അവരുടെ ആഗ്രഹം. അത് അവരുടെ ആഗ്രഹം തന്നെ, അതെനിക്കറിയാം. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് എങ്ങനെ ഇറങ്ങിപ്പോകും? ഞാൻ പോവില്ല, ഒരിക്കലും പോവില്ല. എൻ്റെ ചേട്ടനെയും എൻ്റെ അനിയനെയും എൻ്റെ അച്ഛനെയും അമ്മയൊക്കെ വിട്ടിട്ട് എനിക്ക് പോകാൻ പറ്റുമോ? എനിക്ക് പറ്റുമോ അങ്ങനെ പോകാനായിട്ട്? രേവതി, നിനക്ക് പറ്റുമോ രേവതി അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ? ഇല്ല, ഒരിക്കലും ഒരിക്കലും ഞാൻ പോവില്ല ഇവിടുന്ന്. ആരെന്നെ തല്ലി ഇറക്കിയാലും ഞാൻ പോവില്ല. അങ്ങനെ എല്ലാവരെയും വിട്ടു പോകാൻ നമുക്ക് കഴിയുമോ രേവതി? നമ്മളെ കൊണ്ട് പറ്റുമോ രേവതി? ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്ക് ഭയങ്കര സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. രേവതിയും പൊട്ടിക്കരയാണ്. എന്നിട്ട് രേവതി പറഞ്ഞു, സച്ചേട്ട, എന്താ സച്ചേട്ട ഇത്? സച്ചേട്ടൻ ഇനി നിർത്ത്, ഇനി കൂടുതൽ പറയണ്ട. സച്ചേട്ടൻ ഭക്ഷണം കഴിക്ക്, സച്ചേട്ടൻ ഭക്ഷണം കഴിക്കുക, അതാ സച്ചേട്ട നല്ലത്. എന്താ സച്ചേട്ട, ഭക്ഷണം കഴിക്ക് സച്ചേട്ട. ഏയ്, എനിക്ക് വേണ്ട രേവതി, എനിക്ക് വല്ലാതെ വയറ് നിറഞ്ഞു. ഏയ് സച്ചേട്ടൻ ഇവിടെ ഇരുന്ന് കഴിച്ചിട്ട് എണീറ്റ് പോയാൽ മതി. കഴിക്കാതെ സച്ചേട്ടനെ ഞാൻ വിടില്ല. ഇനി എന്തിനാ ഇതിൽ കൂടുതൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുന്നത്? വേണ്ട സച്ചേട്ട, അവരെന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞോട്ടെ. എൻ്റെ സച്ചേട്ടനെ എനിക്കറിയാലോ. അതൊക്കെ ശരിയാ, നിനക്കെല്ലാം അറിയാം, നിനക്ക് എന്നെ അറിയാം. അമ്മ എന്നെ ഒരു മകനായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഒരിക്കലും ഒരു മകന് കൊടുക്കേണ്ട വാത്സല്യം എനിക്ക് തന്നിട്ടില്ല. അതുകൊണ്ടല്ലേ രേവതി എനിക്ക് ഈ ഒരു അവസ്ഥ വന്നതും എന്നെ ഇങ്ങനെ ആട്ടിപ്പായിക്കാൻ നോക്കുന്നതും ഒക്കെ ഇവിടുന്ന്. അമ്മയുടെ ആഗ്രഹവും ഞാൻ ഇവിടുന്ന് പോണെന്ന, നമ്മൾ രണ്ടുപേരും ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന. എന്നിട്ട് അമ്മ പറയുന്നത് കേട്ടോ, ഞാനാണ് എല്ലാവരെയും ഇവിടുന്ന് ഇറക്കി വിടാൻ നോക്കുന്നത്. എനിക്കിവിടെ ഒറ്റയ്ക്ക് താമസിക്കണമെന്ന്. എങ്ങനെ സഹിക്കും രേവതി? അവർക്കൊക്കെ പണമാ മുഖ്യം, പണം. അവർക്ക് പണമുള്ളവരെ മാത്രമേ സ്നേഹമുള്ളൂ. പക്ഷേ പണമൊന്നും അല്ല, പണത്തെക്കാളും വലുതായിട്ടുള്ള സ്നേഹബന്ധങ്ങൾ ഉണ്ടെന്ന് അവർക്കറിയില്ല. എനിക്ക് ആ സ്നേഹബന്ധം മതി, അല്ലാതെ പണമല്ല വേണ്ടത്. എന്നെ ഇനിയും അവർ മനസ്സിലാക്കിയിട്ടില്ല. അവരിനി എന്നെ മനസ്സിലാക്കാനോട്ട് പോകുന്നുമില്ല. സച്ചേട്ടൻ്റെ അച്ഛനെയും അമ്മയും സഹോദരങ്ങളെയൊക്കെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ഞാൻ. അതുപോലെ തന്നെ സച്ചേട്ടനും സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ അവരെ ഞാൻ കാണുന്നത്. പിന്നെ സച്ചേട്ടൻ മനസ്സിലുള്ളതൊക്കെ തുറന്നു പറയും, വെട്ടി തുറന്നു പറയും. സച്ചേട്ടൻ പറയുന്നത് ശരിയായ അർത്ഥത്തിലല്ല അവരാരും എടുക്കുന്നത്. അവർക്ക് സച്ചേട്ടൻ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ ചിലപ്പം തെറ്റായിട്ട് തോന്നുമായിരിക്കാം. പക്ഷെ എനിക്കറിയാലോ, അച്ഛനറിയാലോ. അച്ഛൻ അത് മനസ്സിലാക്കുന്നുണ്ടല്ലോ, ഞാനത് മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഇതൊന്നും സച്ചേട്ടന്റെ കുറ്റമല്ല, അവരുടെ കുറ്റമാണ്. അങ്ങനെ സച്ചേട്ടൻ പറയുന്നത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് അവരുടെ മാത്രം കുറ്റമാണ് സച്ചേട്ടൻ വിഷമിക്കാതെ, സച്ചേട്ടൻ ഇനി എണ്ണിപ്പറക്കി കരയാതെ. ഞാൻ പറഞ്ഞില്ലേ, സച്ചേട്ടന് ഞാനില്ലേ. അച്ഛന് നന്നായിട്ട് അറിയാലോ സച്ചേട്ടനെ. പിന്നെ ഇതിൽ കൂടുതൽ എന്താ സച്ചേട്ടാ വേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, അച്ഛൻ സച്ചേട്ടനെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഒരു കുഴപ്പമില്ല. എൻ്റെ സച്ചേട്ടൻ ഒന്നും ഉൾക്കൊള്ളാതെ, ഒന്നും എനിക്ക് ഏറ്റവും പോലും പറയാതെ കാണിക്കാതെ ഇങ്ങനെ ജീവിക്കുന്നതാ എനിക്കിഷ്ടം. കൂളായിട്ട് ആ പഴയ സച്ചേട്ടനായിട്ട് തന്നെ ജീവിക്കണം. അല്ലാതെ ഇവരൊക്കെ പറയുന്നത് കേട്ട് നമ്മുടെ സന്തോഷം കെടുത്തി കളയേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് സച്ചേട്ടൻ ഒരു കാര്യം ചെയ്യും, ഭക്ഷണം കഴിക്കും സച്ചേട്ട എന്നിങ്ങനെ പറഞ്ഞ് നമ്മുടെ രേവതി സച്ചിനെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ രേവതി സച്ചിക്ക് ഭക്ഷണം വാരി വരെ കൊടുക്കുകയാണ്. എന്ത് ചെയ്യാനാണല്ലോ, ഒരു കൊച്ചുകുട്ടീനെ നോക്കുന്ന പോലെ നമ്മുടെ സച്ചിനെ നോക്കേണ്ട ഒരവസ്ഥയാണ്. ഏതായാലും ഭക്ഷണം വാരി കൊടുത്തപ്പോൾ നമ്മുടെ സച്ചി കഴിക്കുകയും ചെയ്തു കേട്ടോ. ആ ഭക്ഷണം കഴിക്കുമ്പോഴും പൊട്ടിക്കരയാട്ടോ നമ്മുടെ സച്ചി. എന്നിട്ട് രേവതി സച്ചിനെ ചേർത്ത് പിടിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഈ ആരീരാരോ എന്നുള്ളൊരു ആ ഒരു മ്യൂസിക് ഒക്കെ ആട്ടോ ഇടുന്നത്. കാരണം നമ്മുടെ സച്ചിക്ക് ഒരു അമ്മയുടെ സ്നേഹവും കൂടെയാണ് രേവതി കൊടുക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടി ആയിരിക്കാം അങ്ങനെ ഒരു മ്യൂസിക് ഒക്കെ ഇടുന്നത് കേട്ടോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബീരാനിക്ക മീരേനെ വിളിച്ചു ഭയങ്കര കരച്ചിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിൽ. മീര ചോദിച്ചു, എന്താ ബീരാനിക്ക കരയുന്നത്? ബീരാനിക്കയ്ക്ക് എന്ത് പറ്റി? അയ്യോ, ശരിയാണല്ലോ, ഞാൻ എന്തിനാ മോളെ കരയുന്നത്? ആ, അത് കൊള്ളാം.
അല്ല ഞാനല്ലല്ലോ മീര, നീയല്ലേ കരയേണ്ടത്. ഏ എന്താ ബീരാനിക്ക, ഞാൻ കരയാനോ? എന്താ പറ്റിയത്? അതെ, ആ സച്ചി എന്നെ പിടികൂടാൻ ഏർപ്പാടാക്കിയ ഈച്ചയില്ലേ, ഞാന് അയാളെ ടൗണിൽ വെച്ച് കണ്ടായിരുന്നു. അവനെന്നെ നന്നായിട്ട് കണ്ടു മോളെ, നന്നായിട്ട് കണ്ടു. അവനെ കണ്ടപ്പം ഞാൻ ഇറങ്ങി ഓടി, പ്രശ്നമൊന്നുമില്ല. എന്നെ പിടിക്കാനായിട്ട് അവൻ എന്റെ പുറകെ ഓടിയെന്ന്. ഓ, ഒരു തരത്തിലാ ഞാൻ രക്ഷപ്പെട്ടത്. അവനെന്നെ പിടിക്കാനൊന്നും കഴിഞ്ഞില്ല കേട്ടോ. ഞാൻ പിടികിട്ട പുള്ളിയല്ലേ. പിന്നെ ഭാഗ്യത്തിനാ ഞാൻ രക്ഷപ്പെട്ടത്. ദേ, നിന്റെ കൂട്ടുകാരിയെ സഹായിച്ചതിന് മിക്കവാറും മിക്കവാറും എനിക്കിപ്പം വലിയ ശിക്ഷ കിട്ടുന്നത് പോലെയാ. പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാ. ദേ, എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ മീര. എന്റെ പൊന്നു മീരാനിക്ക, ടെൻഷൻ ആകാതെ. ദേ, ഈ കാര്യമൊക്കെ നിന്റെ കൂട്ടുകാരിയോടൊന്ന് പറഞ്ഞേരെ. ഇത് വല്ലാത്തൊരു പണിയായിപ്പോയി. അവളുടെ കള്ളത്തരം പൊളിയാനുള്ള സമയമായെന്ന് എൻ്റെ മനസ്സ് പറയുക. എൻ്റെ പൊന്നു ബീരാനിക്ക, കരുനാക്ക് വളയ്ക്കാതെ ഒന്ന് ഫോൺ വെക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് മീര ഫോൺ കട്ട് ചെയ്തു കേട്ടോ. അപ്പോഴത്തേക്ക് ബീരാനിക്ക ഹലോ ഹലോ എന്ന് വെച്ചപ്പോഴത്തേക്ക് അപ്പുറത്തുനിന്ന് ഒന്നും കേൾക്കുന്നൊന്നുമില്ല. ഏതായാലും ബീരാനിക്ക് ഇങ്ങനെ ഇരിക്കും. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എൻ്റെ ഈശ്വര, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായല്ലോ, ഒരു ഷൂട്ടിന് പോലും പറ്റാത്ത അവസ്ഥയായല്ലോ എന്ന് ഓർത്ത്. ഇതേ സമയം നമ്മുടെ മീര ടെൻഷൻ അടിച്ചിരിക്കുന്നതാണ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ. പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ രവീന്ദ്രൻ എപ്പോഴും പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രുതി ചായ കുടിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശ്രുതി അല്ല ശ്രുതി എന്തോ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ ലാപ്പില്. ശ്രുതി ചായ കുടിക്കുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഇറങ്ങി വന്നു. അപ്പം രവീന്ദ്രൻ ചോദിച്ചു, അല്ല അവനെ ഇറങ്ങി, അല്ല അവന് എണീറ്റോ മോളെ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, പിന്നെ അവൻ ഇപ്പൊ റെഡിയാകും. ദേ, എന്റെ പൊന്ന് രേവതി, നീ ഇങ്ങനെയൊന്നും പറയല്ലേ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, ആ, ഈ നാലുകാലിൽ നടക്കുവാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇന്നലെ നാലുകാലിൽ നടന്നത് ഞാൻ കണ്ടു. ആ, അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, അതെ, നാലുകാലിൽ നടന്നത് എന്റെ ഭർത്താവല്ല. പണ്ട് ടെറസിൽ നിന്ന് കുടിച്ച് താഴെ ഇറങ്ങി വന്നപ്പോ നാലുകാലയിലേ നടന്നത് ഞാൻ കണ്ടതാ. അപ്പോഴത്തേക്കും പെട്ടെന്ന് ചന്ദ്ര ചോദിച്ചു, എടാ സുധി, നീ കുടിച്ചിരുന്നോ? അപ്പോഴത്തേക്കും രേവതി പറഞ്ഞു, ആ, കുടിച്ചിരുന്നു ആന്റി, കുടിച്ചിരുന്നു. ഒരു ചെറിയ പാർട്ടി ഉണ്ടായിരുന്നു ഇവിടെ. അപ്പൊ സച്ചിനെ പോലെ അപ്പൊ നമ്മുടെ വർഷയും വന്നിട്ട് പറയാൻ തുടങ്ങി കേട്ടോ, ഇവര് കുടിച്ചു എന്ന്. അപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് ദേഷ്യം വന്നിട്ട്, എടാ സുധി, നീയും കൂടി തുടങ്ങിയോടാന്ന് ചോദിച്ചപ്പോഴത്തേക്ക്, സച്ചിനെ പോലെയൊന്നുമല്ല, ചെറിയൊരു ബോട്ടിലില് കുറച്ച് കുടിച്ചത്, അത് ചെറിയൊരു സന്തോഷത്തിന് മാത്രമാ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, അന്നേ എന്റെ സച്ചേട്ടൻ കുടിച്ചൊന്നും ഇല്ലായിരുന്നു. സച്ചേട്ടൻ ഒരു തുള്ളി അകത്തി അല്ലാതെയായിരുന്നു അന്ന് നിന്നത്. കുടിച്ചത്, മൂക്കറ്റം കുടിച്ചത് ദേ ഈ ഇരിക്കുന്ന സുധി ആയിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഇങ്ങനെ ഇറങ്ങി വരികയാണ് കേട്ടോ. സച്ചി ഇറങ്ങി വന്നത് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, കുളിച്ച് സുന്ദരനായിട്ട് മാന്യനായിട്ട് ഇറങ്ങി വരുവാണല്ലോ, കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഇവിടെ ഒന്നും നടന്നില്ലെന്ന് തോന്നൂല്ലോ. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, സച്ചി മോനെ ഇങ്ങ് വന്നേ, ഇന്നലെ എന്തായിരുന്നടാ നിനക്ക് പറ്റിയത്? അത് പിന്നെ അച്ഛാ, കുറച്ച് ഓവറായിപ്പോയി, എനിക്കറിയാം ഓവറായിപ്പോയിന്ന്. എനിക്ക് വിഷമം വന്നപ്പം ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതാ. മാത്രമല്ല എൻ്റെ മനസ്സ് ശരിയല്ല, അതാ അച്ഛ ഞാൻ കുടിച്ചത്, പറ്റിപ്പോയി. അച്ഛൻ്റെ കാര്യം ഓർത്തപ്പം എനിക്ക് സഹിക്കാൻ പറ്റിയില്ല, എനിക്ക് സങ്കടം വന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അച്ഛൻ ജീവിച്ചത്, എന്നിട്ടിപ്പം അച്ഛൻ ഈ അവസ്ഥ വന്നല്ലോ. ഈ വീട്ടിലുള്ളവർക്ക് അച്ഛൻ ആഗ്രഹിച്ചതൊക്കെ കൊടുത്തു, വിദ്യാഭ്യാസം കൊടുത്തു. ലാസ്റ്റ് അച്ഛൻ്റെ കയ്യിൽ ഒന്നും ഇല്ലാണ്ടായി. ഇപ്പം അച്ഛൻ ഒരു ആഗ്രഹം പറഞ്ഞപ്പം അത് സാധിച്ചു തരാൻ പറ്റാത്ത എൻ്റെ ഒരു അവസ്ഥ അത് അച്ഛനൊന്ന് മനസ്സിലാക്കണം. ചെറിയൊരു മുറി കെട്ടാൻ പോലും കടമാക്കേണ്ട അവസ്ഥയല്ലേ എൻ്റെ അച്ഛന് ഉണ്ടായത്, കടം ചോദിക്കേണ്ട അവസ്ഥയല്ലേ ഉണ്ടായത്. അച്ഛൻ്റെ ഈ ചെറിയ ആഗ്രഹം നടത്തി തരാനേ ഒരു കഴിവില്ലാത്തവനായി പോയല്ലോ ഞാന്. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞ, ആഗ്രഹം സാധിച്ചു കൊടുക്കായിരുന്നല്ലോ. വർഷയുടെ അമ്മ 7 ലക്ഷം രൂപയുടെ ചെക്ക് വെച്ച് നീട്ടിയതല്ലേ, നീയല്ലേ അത് വേണ്ടാന്ന് പറഞ്ഞത്. ദേ, ഈ വീട്ടിലൊരു മുറി കെട്ടാനേ മറ്റാരുടെ ഔദാര്യം എനിക്ക് വേണ്ട. പ്രത്യേകിച്ച് വർഷയുടെ അച്ഛനും അമ്മയും തരുന്ന ഒരു ക്യാഷും ഈ വീട്ടിലേക്ക് ഒരാവശ്യത്തിനും എടുക്കുന്നു ആരും ഇവിടെ വിചാരിക്കേണ്ട. അതെന്റെ അച്ഛനെ അപമാനിക്കാൻ തരുന്ന ക്യാഷാണ്. ആ ക്യാഷ് ഇവിടെ ആർക്കും വേണ്ട. വർഷയുടെ അച്ഛൻ എൻ്റെ അച്ഛനോട് ചെയ്തതൊന്നും ഞാൻ മറന്നിട്ടില്ല. അപ്പൊ നമ്മുടെ വർഷ, അതിന് മാത്രം എന്താ എൻ്റെ അച്ഛൻ ചെയ്തത്? അപ്പൊ രേവതി പറഞ്ഞു, വർഷേ നീ ഒന്നും മിണ്ടാതിരിക്കുക, വർഷേ കഴിഞ്ഞു പോയ കാര്യങ്ങള് കുത്തിപ്പൊക്കി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ. ഞാനാണോ രേവതി ചേച്ചി? സച്ചേട്ടനല്ലേ കുത്തിപ്പൊക്കുന്നത്, വീണ്ടും വീണ്ടും എന്തിനാ സച്ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പൊ നമ്മുടെ സച്ചി പറഞ്ഞു, അച്ഛ എനിക്ക് രേവതിക്കും ഒരു റൂമില്ല, അതാണല്ലോ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. അതോർത്ത് അച്ഛൻ വിഷമിക്കണ്ട, ആ കാര്യങ്ങൾ വിട്ടേരെ, അതോർത്ത് ഇനി സങ്കടപ്പെടണ്ട ഇവിടെ ആരും. ഞങ്ങൾക്ക് വേണ്ടി ഇനിയിപ്പം അച്ഛ റൂമൊന്നും കെട്ടാൻ നിൽക്കുകയേ വേണ്ട. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി, അപ്പം നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് പോവുകയാണോ? വേറെ വീടെടുത്ത്? അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, ദേ ഇവൻ പറഞ്ഞത് കേട്ടല്ലോ, ദേ
ഞാൻ ഇവരെ ഇവിടുന്ന് പുറത്താക്കിയിട്ട് ഈ വീട് സ്വന്തമാക്കാൻ നോക്കുകയാണെന്നല്ലേ ഇത്രയും ദിവസം ഇവൻ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ അവന്റെ മനസ്സിലിരിപ്പ് വെളിയിൽ ചാടിയത് കണ്ടോ? ഞങ്ങൾ ഇവിടുന്ന് വെളിയിൽ ഇറങ്ങി പോണം പോലും, ഞങ്ങൾ വേറെ വീടെടുത്ത് താമസിക്കണം. റൂം കെട്ടാൻ ക്യാഷ് ഇല്ലെന്ന് ഓർത്ത് അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട, ഞങ്ങൾക്ക് റൂമൊന്നും വേണ്ട. ഞാൻ ആ ആഗ്രഹം പണ്ടേ ഉപേക്ഷിച്ചതാ. റൂം എന്ന് പറഞ്ഞ് കരയുന്നത് ഇവന്. ആ റൂം എടുത്തോട്ടെ, ശ്രീകാന്തും എടുത്തോട്ടെ. ഞങ്ങള് ഹോളിലും ടെറസിന്റെ മണ്ടയിലും ഒക്കെ ആയിട്ട് എങ്ങനെയും ഈ മൂലയിലൊക്കെ എവിടെയെങ്കിലും ഒക്കെ ഞങ്ങൾ ജീവിച്ചങ്ങ് പൊക്കോളാം. ഇത് കേട്ടിട്ട് നമ്മുടെ ശ്രുതിക്കും ഭയങ്കര സന്തോഷം. രണ്ടുപേരും ഇരുന്ന് അങ്ങോട്ട് ചിരിക്കുകയാണ് കേട്ടോ, ഭയങ്കര ചിരിയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, ഇത് നിനക്ക് മുമ്പേ പറയായിരുന്നല്ലോ, ഇപ്പോഴാണോ സച്ചി നിനക്ക് ബോധം വന്നത്? അച്ഛന്റെ വിഷമം കാണാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്, അല്ലാതെ ആരെയും സന്തോഷിപ്പിക്കാനോ ആരെയും പേടിച്ചിട്ടോ ഒന്നുമല്ല. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആ റൂം വിഷയം ഇനി ഇവിടെ സംസാരിക്കണ്ട, അതങ്ങ് വിട്ടേരെ. എന്തെങ്കിലും എന്റെ കയ്യിൽ ക്യാഷ് വരുമ്പം ഞങ്ങൾക്ക് വേണ്ടി ഒരു മുറി കൂട്ടിയെടുത്തോളാം, ഇതിന്റെ പൊക്കത്ത് തന്നെ. അത് മതിയല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി, ഇവന്റെ കയ്യിൽ ക്യാഷ് വരുമ്പോ മുറി ഇറക്കാന്ന്. അതിന് ക്യാഷ് എപ്പ വരാനാടാ നിന്റെ കയ്യില്? നക്കാപ്പിച്ച പൈസയ്ക്ക് വണ്ടി ഓടിക്കുന്ന നിന്റെ കയ്യിൽ ക്യാഷ് വരാന്, അതും 7 ലക്ഷം രൂപ ഒരുമിച്ച്. ഒരിക്കൽ ഇവന് അധ്വാനിച്ചുണ്ടാക്കിയ ക്യാഷും കൊണ്ട് മാത്രമേ കഴുത്തിലും കാതിലും ഒക്കെ അണിയത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ശപഥം ചെയ്തു. എന്നിട്ട് ഇപ്പൊ എന്താ ആയത്? അതുകൊണ്ട് ഇപ്പം ഒരു ചെറിയ താലിമാല മാത്രം ഇടേണ്ട ഒരു അവസ്ഥയാ. ഒരു താലിമാല വാങ്ങിക്കൊടുത്തിരുന്നു, അതിനുശേഷം ഒരു തരി സ്വർണം പോലും മേടിച്ചു കൊടുക്കാനേ സച്ചിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അന്ന് ചെയ്ത ശപഥം എവിടെ പോയി? ആ ശപഥം ആദ്യം നിറവേറ്റ്, അത് കഴിഞ്ഞിട്ട് പോരെ ഇനിയിപ്പം ഈ മുറി കെട്ടുന്നതിന്റെ ശപഥം. എന്താടാ സച്ചി, ക്യാഷ് കയ്യിൽ വരും അത്ര, എവിടെന്ന് കയ്യിൽ വരും, എങ്ങനെ കയ്യിൽ വരും എന്നും പറഞ്ഞ് നമ്മുടെ സച്ചിനെ അങ്ങ് കളിയാക്ക. അപ്പൊ ശ്രുതിയും കൂടിയിട്ടോ. അപ്പൊ ശ്രുതി പറഞ്ഞു, ദേ ഒരു ശപഥം കൂടെ ചെയ്ത് ഞങ്ങളെ ചിരിപ്പിക്കരുത് കേട്ടോ. അപ്പൊ നമ്മുടെ ശ്രുതി ഭയങ്കര ചിരി കേട്ടോ, ഒട്ടഹസിക്കുവാണ്, കളിയാക്കുകയാണ്. അപ്പം ചന്ദ്രയും ഇങ്ങനെ ഇരുന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. രവീന്ദ്രൻ ഉള്ളത് കൊണ്ട് മാത്രം എന്താ പറയാ, ചന്ദ്ര അടങ്ങിയിരിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ സച്ചി പറഞ്ഞു, ഇത് ശബദമൊന്നും അല്ല, എന്റെ കയ്യിൽ ക്യാഷ് വരുമ്പോൾ ഞാൻ ഒരു മുറി കൂട്ടിയെടുക്കും, അത്രേ ഉള്ളൂ. അപ്പോഴത്തേക്ക് രേവതിക്ക് ദേഷ്യം വന്നിട്ട് രേവതി പറഞ്ഞു, അല്ല ശ്രുതി, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിച്ചത്? എന്റെ സച്ചേട്ടൻ എന്താ ഒരു റൂം എടുക്കാനുള്ള കഴിവില്ലേ? അപ്പൊ സച്ചി പറഞ്ഞു, രേവതി നീ ആ കാര്യം ഒന്ന് വിട്ടേരെ, ആ കാര്യം വെറുതെ ഇനി പൂതി പെരിപ്പിച്ച് വഷളാക്കണ്ട, നീ അത് വിട്ടേരെ. പാർലറേട്ടത്തി എന്തു വേണേലും പറയട്ടെ. സച്ചേട്ടാ, ദേ ഇവര് പറഞ്ഞതൊക്കെ കേട്ടില്ലേ? ഇതൊന്നും സച്ചേട്ടനെ കൊണ്ട് നടക്കില്ലെന്നാ ദേ ഇവര് രണ്ടുപേരും കൂടെ പറഞ്ഞത്. അപ്പോഴത്തേക്ക് വീണ്ടും ശ്രുതി പറഞ്ഞു, നീ അന്ന് ചെയ്ത ശപഥം നിറവേറ്റണമെങ്കിൽ തന്നെ ഇവൻ 5-10 വർഷം ജോലി ചെയ്ത് ഉണ്ടാക്കേണ്ട വരും. അതിനുശേഷം കയ്യിൽ ക്യാഷ് വന്ന് ഇനി ഇവൻ എപ്പം മുറി കെട്ടാനാ? എപ്പം മുറി കെട്ടും അത് പറ. അപ്പോഴത്തേക്ക് വീണ്ടും ശ്രുതി പറഞ്ഞു, അത് ചിലപ്പം ദേ ഇവരുടെ ഷഷ്ടി പൂർത്തിക്ക് കെട്ടുമായിരിക്കും, പറ്റുമെന്ന് അറിയില്ല, ചിലപ്പം അതിന് കെട്ടുമായിരിക്കും, ഇല്ലെങ്കിൽ പിന്നെ അടിയന്തരം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് രവീന്ദ്രൻ പറഞ്ഞു, നിർത്തുന്നുണ്ടോടാ സ്തുതി നീ? അപ്പം ചന്ദ്ര പറഞ്ഞു, അവൻ പറഞ്ഞതിൽ എന്താ തെറ്റിരിക്കുന്നത്? അവൻ പറയുന്നതിൽ ഒരു തെറ്റും ഇല്ല. അല്ല, ഈ കണ്ണടച്ച് തുറക്കുമ്പോ കോടീശ്വരന്മാരാകുന്നത് സിനിമയിലും നാടകങ്ങളിലും ഒക്കെ, ജീവിതത്തിൽ അങ്ങനെയൊക്കെ ആവുമോ? അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, അവനിൽ വിശ്വാസവും പ്രയത്നിക്കാനുള്ള മനസ്സും ഉണ്ടെങ്കിൽ ആർക്കും എന്ത് നേടാനായിട്ട് സാധിക്കും, അത് ആദ്യം മനസ്സിലാക്കുക. അപ്പൊ ശ്രുതി പറഞ്ഞു, റൂം കെട്ടുന്നതേ പൂ കെട്ടുന്നത് പോലെയല്ല, പെട്ടെന്നൊന്നും അങ്ങനെ കെട്ടാനായിട്ട് പറ്റത്തില്ല. പിന്നെ ഒരു ആവേശത്തിന് റൂം കെട്ടുന്നൊന്നും ശപഥം ചെയ്തേക്കരുതേ, ലാസ്റ്റ് നാണം കെടേണ്ട വരും. അതെന്താ, ഞാൻ ശപഥം ചെയ്താല്? സച്ചേട്ടൻ വിചാരിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. ഇദ്ദേഹം ഈ വീട്ടില് ഒരു റൂമും കൂടി കെട്ടിയിരിക്കും, അത് എത്രയും പെട്ടെന്ന് തന്നെ കെട്ടും. അതെ, അത് ഈ രേവതിയുടെ ശപഥമായിട്ടെ നിങ്ങൾ എഴുതി കുറിച്ചിട്ടോ. ഈ രേവതി ശപഥം ചെയ്യുന്നത് തന്നെയാ, എന്റെ സച്ചേട്ടൻ കെട്ടും, റൂം കെട്ടും. കേട്ടല്ലോ ഞാൻ പറഞ്ഞത്? അപ്പൊ സച്ചി പറഞ്ഞു, രേവതി മിണ്ടാതിരിക്കുക. എന്തിനാ ഞാൻ മിണ്ടാതിരിക്കുന്നത്? ദേ അച്ഛ, എനിക്ക് അച്ഛനോട് ഒരു കാര്യം പറയാനുണ്ട്. ദേ റൂം കെട്ടാൻ വേണ്ടി ആരോടും കടം മേടിക്കേണ്ട, ആരുടെ മുമ്പിൽ തല ഉരിച്ച് നിൽക്കേണ്ട. സച്ചേട്ടൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയും കൊണ്ട് ഈ വീടിന് മുകളിലെ ഒരു റൂമും കൂടി പണിയും. അത് ഷഷ്ടി പൂർത്തിക്കൊന്നുമല്ല, എത്രയും പെട്ടെന്ന് തന്നെ പണിയും. അങ്ങനെ ഒരു ദിവസം എത്രയും പെട്ടെന്ന് തന്നെ വരും. ഇതെന്റെ ശപഥമാ, ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ എടുക്കുന്ന ശപഥമാ. അപ്പോഴത്തേക്ക് സച്ചി പെട്ടെന്ന്, എന്റെ ഈശ്വര, വീണ്ടും ഒരു ശപഥം, ഇവൾ ഇത് എന്ത് ഭാവിച്ച എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ, മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പൊ രവീന്ദ്രൻ പറയുന്നുണ്ട്, മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇവന് ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്യുന്ന എങ്ങനെ? ഞാനും സഹായിക്കാം. വേണ്ട, ആരുടെയും സഹായം വേണ്ട. അച്ഛന്റെ മകനിൽ വിശ്വാസമില്ലേ? അത് പറ. അത് വിശ്വാസമുണ്ട്, അതുകൊണ്ടൊന്നും അല്ല മോളെ. മുറി കെട്ടാൻ വലിയൊരു തുകയൊക്കെ വേണ്ടേ? ആ തുക എന്റെ സച്ചേട്ടനെ ഒറ്റയ്ക്ക് അധ്വാനിച്ചുണ്ടാക്കുന്ന ഞാൻ പറഞ്ഞത്. അദ്ദേഹം മനസ്സ് വെച്ചാൽ സാധിക്കാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല. ദേ റൂം പണിയാൻ മറ്റാരുടെയും സഹായം ഇവിടെ ആവശ്യമില്ല.
എന്റെ സച്ചേട്ടൻ ഒറ്റയ്ക്ക് തന്നെ ഇത് ചെയ്യും, റൂം കെട്ടും എന്റെ സച്ചേട്ടൻ ഒറ്റയ്ക്ക് തന്നെ. എനിക്ക് അത്ര ഇവിടെ പറയാനുള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ശബ്ദമൊക്കെ കൊള്ളാം, സൂപ്പറാ. കാർ ഓടിച്ചും പൂ കെട്ടി നിങ്ങൾ എങ്ങനെ റൂം എടുക്കുന്ന ഈ പറയുന്നത്? ആ, നമുക്ക് നോക്കാം എങ്ങനെയാ റൂം എടുക്കുന്നതെന്ന്. നോക്കാമേ, നോക്കാം. ഈ രേവതി പറഞ്ഞതാ, നോക്കാം. ഒരു റൂം എടുത്തില്ല എങ്കിൽ ഈ രേവതിനെ പട്ടിക്കിടുന്ന പേര് വിളിച്ചോളാൻ പറഞ്ഞു കേട്ടോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ശ്രുതിയും അങ്ങ് പോയി. കാരണം ശ്രുതിക്കും അറിയാം രേവതിയും സച്ചിയും ഒന്ന് തീരുമാനിച്ചാൽ തീരുമാനിച്ചത് തന്നെയാണെന്ന്. ഈ സമയത്ത് നമ്മുടെ വർഷ പറഞ്ഞു, രേവതി ചേച്ചി പറഞ്ഞത് നടക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ചേച്ചിയുടെ കോൺഫിഡൻസ് എനിക്ക് ഇഷ്ടമായി. ഓൾ ദ ബെസ്റ്റ്, കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്നും പറഞ്ഞിട്ട് നമ്മുടെ വർഷ അങ്ങ് പോയി കേട്ടോ. ഈ സമയത്ത് നമ്മുടെ സച്ചി രേവതിനെ തന്നെ നോക്കുക, ഇതെങ്ങനെ പറ്റും, ഇതെങ്ങനെ സാധിക്കുന്നു ഒന്നും സച്ചിക്കും അറിയത്തില്ല. അങ്ങനെ രവീന്ദ്രൻ പറഞ്ഞു, മോളെ രേവതി ഇത് വേണമായിരുന്നോ? അച്ഛ, സച്ചേട്ട റൂം കെട്ടും സച്ചേട്ട, എനിക്ക് വിശ്വാസമുണ്ട് സച്ചേട്ട എന്റെ ഭർത്താവ് റൂം കെട്ടുക തന്നെ ചെയ്യും. എന്റെ ഭർത്താവ് ആരുടെയും മുമ്പിൽ ഒരിക്കലും തല താഴ്ത്തി നിൽക്കില്ല, അതുപോലെ എന്റെ അച്ഛനെ തല താഴ്ത്തി നിൽക്കാൻ സമ്മതിക്കത്തുമില്ല എന്നും പറഞ്ഞിട്ട് രേവതി കിച്ചണിലേക്ക് അങ്ങ് പോവുകയാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ സച്ചി രവീന്ദ്രനോട് പറഞ്ഞു, രേവതി പറഞ്ഞല്ലോ, അതുപോലെ ഞാൻ ചെയ്തോളാം അച്ഛ. എന്റെ അച്ഛൻ സന്തോഷത്തോട് ഇരുന്നാൽ മാത്രം മതി. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഈ വീടിന്റെ മുകളിൽ ഞാനൊരു റൂം കെട്ടിയിരിക്കും. അത് ഇനിയിപ്പം ഈ സച്ചിയുടെ ശബ്ദവും കൂടെയാ എന്നിങ്ങനെ പറഞ്ഞ് നമ്മുടെ സച്ചി ഇരിക്കുകയാണ് കേട്ടോ. ഏതായാലും ഇത് കഴിഞ്ഞ് നമ്മുടെ രേവതി പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് കേട്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ സച്ചി ചെല്ലാണ്. സച്ചി ചെന്നിട്ട്, എടി നീ എന്ത് പണിയാടി കാണിച്ചത്? നീ എന്തൊക്കെയാടി അവിടെ നിന്ന് പറഞ്ഞത്? റൂം കെട്ടുന്നോ? റൂം കെട്ടുന്നതിനിപ്പോ എന്താ? ഈ വെറും പറച്ചിലല്ലോ, നീ ശബ്ദം ചെയ്തതല്ലേടി. ഓ, എനിക്കാണെങ്കിൽ ആകെപ്പാടെ പേടിയാവുക. നീ എന്നോട് ചോദിക്കാതെ എന്തിനാ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്? എന്റെ ഭർത്താവ് സമ്പാദിച്ച കാശ് കൊണ്ട് റൂം എടുക്കു പോലും. അത് പറയുന്നതിന് മുമ്പ് എന്നോട് കൂടി ഒന്നും ആലോചിക്കത്തില്ലായിരുന്നു നിനക്ക്? അത് പിന്നെ സച്ചേട്ടാ, കയ്യിൽ നിന്ന് നിങ്ങൾ മേടിച്ച സ്വർണത്തിന്റെ അത്രയും സ്വർണം എന്റെ ഭർത്താവ് എനിക്ക് മേടിച്ചു തരും എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് നീ ശപഥം ചെയ്ത് ഓർക്കുന്നുണ്ടല്ലോ. ഈ മാലയല്ലാതെ എനിക്ക് ഒരു തരി സ്വർണം നിനക്ക് മേടിച്ചു തരാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആഗ്രഹമുണ്ട്, പക്ഷെ കഴിഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോഴോ ഭർത്താവ് സമ്പാദിച്ച ക്യാഷ് കൊണ്ട് മുകളില് റൂം എടുക്കും പോലും. നീ എന്താ പാഞ്ചാലിയാണോ ഇങ്ങനെയൊക്കെ ശപഥം ചെയ്യാന്? എന്റെ പൊന്നു സച്ചേട്ടനൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? സച്ചേട്ടന് എന്തിനാ ഇങ്ങനെ ഉറഞ്ഞു തുള്ളുന്നത്? സച്ചേട്ടൻ എന്താ ഇത്രമാത്രം ദേഷ്യപ്പെടുന്നത്? അതിന് മാത്രം എന്താ ഇവിടെ ഉണ്ടായത്? നീ എന്തിനാ അച്ഛനോടും അമ്മയോടൊക്കെ അങ്ങനെ പറഞ്ഞത്? നിന്റെ നാക്ക് ചുമ്മാതെ ഇരിക്കില്ലല്ലേ? എന്റെ അച്ഛമ്മ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഒരിക്കലും വാക്ക് കൊടുക്കാൻ പാടില്ല, പറയാൻ പാടില്ല എന്ന്. അതേ, ആര് പറഞ്ഞു ചെയ്യാൻ പറ്റില്ല എന്ന്? സച്ചേട്ടനെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വാക്ക് കൊടുത്തത്. ദേ രേവതി, നിനക്കറിയില്ലേ എന്റെ കയ്യിൽ ഇപ്പൊ ക്യാഷ് ഒന്നും ഇല്ല രേവതി. ഒരു നല്ല റൂം എടുക്കാൻ വേണ്ടി ചെറിയ ക്യാഷ് ഒന്നും പോരാ. ദേ ഒരു 7 ലക്ഷം 8 ലക്ഷം 6 ലക്ഷം ഒക്കെ രൂപ വേണ്ടി വരും. അതെനിക്കറിയാം സച്ചേട്ടാ, അത് ഒറ്റയടിക്ക് വേണ്ടെന്നേ. നമുക്കൊരു മുറി ഇല്ല എന്നുള്ളൊരു വിഷമം അച്ഛന് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ മുറി എടുക്കാനുള്ള തീരുമാനമായിട്ട് അച്ഛൻ മുന്നോട്ടേക്ക് പോകും. പിന്നെ എല്ലാവരുടെയും മുമ്പിൽ അച്ഛൻ തല കുനിച്ച് നിൽക്കേണ്ടി വരും. അച്ഛന്റെ കയ്യിൽ ക്യാഷ് ഇല്ലല്ലോ. എന്തിനാ വെറുതെ നമ്മുടെ അച്ഛനെ നാണം കെടുത്തുന്നത്? വെറുതെ എന്തിനാ നമ്മുടെ അച്ഛനെ കൊണ്ട് കടം മേടിപ്പിക്കുന്നത്? എക്കാലം അത്രയും കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചു. ഇപ്പൊ മനസ്സമാധാനമായിട്ട് വിശ്രമിക്കേണ്ട സമയല്ലേ? ആ സമയത്താണോ കടം ചോദിച്ചൊക്കെ ഇങ്ങനെ സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നത്? വേണ്ട, വെറുതെ അച്ഛനെ കടക്കാരനാക്കേണ്ട കാര്യമില്ല സച്ചേട്ടാ. അച്ഛൻ മറ്റവരുടെ മുമ്പിൽ കൈ നീട്ടാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം പറഞ്ഞത്. നമ്മൾ കൈ നീട്ടിയാൽ ഒരിക്കലും അച്ഛൻ കൈ നീട്ടാൻ പാടില്ല. പറ, ഞാൻ പറഞ്ഞത് തെറ്റാണോ? ഇത് കേട്ടപ്പോ നമ്മുടെ സച്ചി പറഞ്ഞു, അല്ല രേവതി, നീ പറഞ്ഞത് തെറ്റല്ല, നീ പറഞ്ഞത് ശരി തന്നെയാ. ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ ഉറഞ്ഞു തുള്ളിയത്? അല്ല, ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. ഈ പ്രായത്തില് അച്ഛൻ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടുന്നതേ, അത് നമ്മളൊരു കാരണം ആകണ്ടതിന്. അതല്ലേ രേവതി നല്ലത്? അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. നമുക്കുള്ള റൂം നമ്മൾ തന്നെ കെട്ടും. അതിനിപ്പോ എന്താ പ്രശ്നം ഇരിക്കുന്നത്? സച്ചേനെ കൊണ്ട് പറ്റുന്നേ. എന്നാലും ഈ ക്യാഷിന്റെ കാര്യം ഓർക്കുമ്പോഴേ നെഞ്ചെടുപ്പ് അങ്ങോട്ട് കൂടുക രേവതി. അതെ, നെഞ്ചെടുപ്പൊന്നും ഒത്തിരി കൂടേണ്ട കാര്യമില്ല. പിന്നെ ഒരു കാറും കൂടി മേടിച്ച് വാടകയ്ക്ക് കൊടുത്താലേ കുറച്ചും കൂടെ ക്യാഷ് കയ്യിൽ വരില്ലേ? ആ ക്യാഷ് കൂട്ടി വെച്ച് നമുക്ക് റൂം കെട്ടാലോ? എങ്ങനെയുണ്ട്? ഒരു കാറ് മേടിക്കാനോ? അതിന് ക്യാഷ് വേണ്ടേ? വഴി കാണും. ഇപ്പൊ ഒരു കാറ് നമുക്ക് സ്വന്തമായിട്ടില്ലേ? ഒരു കാറും കൂടി നമ്മൾ സ്വന്തമായിട്ട് മേടിക്കും. നമ്മൾ അമിതമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ നടക്കും സച്ചേട്ടാ. അപ്പൊ നമ്മുടെ രേവതിയെ ഇങ്ങനെ ചേർത്ത് പിടിച്ചോട്ടെ സച്ചി. എന്നിട്ട് പറഞ്ഞ് നടക്കും. നീ കൂടെ ഉള്ളപ്പം എല്ലാം
എല്ലാം നടക്കും. ഇങ്ങനെ ധൈര്യം തരുമ്പോ ഈ ലോകം മുഴുവൻ നമ്മൾ കീഴടക്കും രേവതി. അത് ഉറപ്പായ കാര്യമാണ്. എങ്കിൽ പിന്നെ സച്ചേട്ടൻ ധൈര്യമായിട്ടിരുന്നോ എന്നിങ്ങനെ പറയാൻ കേട്ടോ. ഏതായാലും ഈ സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് കാണാം. പിന്നെ ലൈക്ക് അടിക്കാൻ മറക്കരുതേ.